നോക്കാം. ഒരുപാട് നേരം കറങ്ങിയത് കൊണ്ട് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരെ രക്ഷിച്ചേ പറ്റൂ. അയ്യോ, നമ്മുടെ ഈ ഡോക്ടർ ഖുറാന കൊച്ചു വെളുപ്പങ്കാലത്ത് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നേ. സാധാരണ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഞാനൊന്നും കഴിച്ചില്ലെന്നേ. വല്ലാത്ത വിശപ്പാന്നേ. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? മേയർ ഒന്ന് എഴുന്നേൽക്ക്. എപ്പോഴാ വന്നത്? ഓ, അത് ശരി, ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു. ഒരു കാര്യം അറിയട്ടാൻ പോവാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ 2 ആനകളെ എന്റെ ചുമലിലിരുത്തിക്കൊണ്ട് നദി കടന്നങ്ങ് പോവുമായിരുന്നു. എനിക്ക് ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. മേയർ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഐഡിയകളെല്ലാം എവിടുന്നാ വരുന്നെന്ന് ഇപ്പൊ മനസ്സിലായി. അതെല്ലാം സ്വപ്നത്തിൽ കാണുന്നതാ. അതെല്ലാം എഴുതിയാലും തീരാത്ത കഥകളാണെന്ന് പറയാം. ഒരു പ്രാവശ്യം അത് സ്വപ്നമൊന്നുമല്ല, ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അറിയോ, ഞാൻ ഡൈനോസറിന്റെ ഒരു കൊച്ചുകുട്ടിയെ ഞാൻ എന്റെ തോളിൽ എടുത്തു വെച്ച് ചുമന്നുകൊണ്ട് ഒരു വലിയ മലശിഖരം കടന്നു വന്നായിരുന്നു. അറിയോ? അത് പിന്നെ അല്ലാതെ. അത് ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എലി വന്ന് എന്റെ തലയിലോട്ട് വീഴട്ടെ. എന്ന് വെച്ചാ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? എന്താ കാര്യം ഖുറാന അങ്കിൾ? ഞങ്ങളെ എല്ലാവരെയും എന്തിനാ അതിരാവിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അതെ കീക്കോ, ഓൾ ഈസ് വെൽ. ഞാൻ നിങ്ങൾ എല്ലാവരെയും ഈ സാധനം കാണിക്കാനാ വിളിച്ചത്. അയ്യോ എന്റെ ഡോക്ടറെ, ഈ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ എല്ലാവരെയും മുട്ട കഴിക്കാൻ വേണ്ടിയാണോ വിളിച്ചേ? സംഗതി കൊള്ളാം, കലക്കി. സ്വർണ്ണമുട്ട. ഞാനിതുവരെ സ്വർണ്ണമുട്ട കഴിച്ചിട്ടേ ഇല്ല, അറിയാമോ? ഈ മുട്ട ബോയിൽഡ് അല്ലേ ഖുറാന അങ്കിൾ? അല്ല ഡോഡോ. എന്നാ പിന്നെ സാരമില്ല അങ്കിൾ, ഞാൻ വീട്ടിൽ ചെന്ന് ബോയിൽ ചെയ്തും കഴിച്ചോളാം. ഡോഡോ, ആദ്യം ഞാൻ പറയുന്ന കാര്യം മുഴുവനായിട്ട് കേക്ക്. നീ വിചാരിക്കുന്ന പോലെ ഇത് കഴിക്കാനുള്ള മുട്ടയല്ല. ഈ ഗോൾഡൻ എഗ്സ് എന്റെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഈ ഗോൾഡൻ എഗ്സ് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് എന്റെ മെഡിക്കൽ മെഷീനകത്ത് വെക്കുകയാണെങ്കിൽ ഇതിനകത്തു നിന്ന് വരുന്ന റേസ് കാരണം എനിക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ശരി, ഒരുപക്ഷെ ഈ മുട്ട താഴെ വീണ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ ഡേഞ്ചറസ് റേഡിയേഷൻ കാരണം നമ്മുടെ ഈ ടോട്ടൽ സിറ്റി നശിച്ച് മണ്ണടിഞ്ഞു പോവും. എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ ഇത് ഭയങ്കര അപകടം പിടിച്ച മുട്ടയാ അല്ലേ? ആക്രാന്തം കാണിച്ച് ഞാനിതെങ്ങാനും എടുത്ത് കഴിച്ചിരുന്നെങ്കിലോ? എന്റെ വയറ്റിനകത്ത് റേഡിയേഷൻ സ്പ്രെഡ് ആയി കാണും. ആലോചിക്കുമ്പോൾ എന്റെ തല കറങ്ങുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഈ പവർഫുൾ എഗ്സിനെ വെച്ച് അടുത്ത ലെവൽ റിസർച്ചിന് വേണ്ടി ഞാൻ ഇതിനെ സൺ സിറ്റിയിൽ നിന്നും പുറത്ത് എന്റെ മറ്റൊരു ലാബിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെയും ഈ മുട്ടകളെയും എന്റെ ലാബ് വരെ സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കില്ലേ? ഇത് ചെയ്യാൻ ഞാനൊരാൾ മതിയെന്നേ, മറ്റൊരാളുടെ ആവശ്യമില്ല. ഈ ഞാൻ മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു പക്ഷിക്ക് പോലും നിങ്ങളെ ടച്ച് ചെയ്യാനാവില്ല. അത് കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മുടെ മേയർ വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാല് പ്രശ്നം ഉണ്ടാവുന്നുള്ളത് തീർച്ചയാ. പക്ഷി വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നോ ഇല്ലയോ? റിംഗ് ലേഡി തീർച്ചയായിട്ടും നിങ്ങളെ അറ്റാക്ക് ചെയ്തിരിക്കും. റിംഗ് ലേഡി റിംഗ് ചുറ്റുന്നത് കണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഈ ഹൂല ഹോപ്പിംഗ് വളരെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സൺസിറ്റിയിലേക്ക് എന്തിനാ വന്നിരിക്കുന്നത്? ഗോൾഡൻ എഗ്സ് അടിച്ചു മാറ്റാൻ തന്നെയാ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അപ്പൊ ആ ഗോൾഡൻ എഗ്സിനെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നേക്ക്. ഹലോ മാഡം, നിങ്ങളിപ്പോ പറഞ്ഞ കാര്യത്തിന് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. യെസ്, ഞങ്ങൾ എപ്പോഴും റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാ. ആണോ? റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണോ? എന്നാൽ പിന്നെ ഓക്കെ, ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്റെ ദൈവമേ, ആ റിംഗ് ബിൽഡിംഗ് എല്ലാം തകർത്ത് പുറത്തേക്ക് വന്നല്ലോ. 2 വാക്കിൽ പറയണമെങ്കിൽ ആ റിംഗ്സ് എല്ലാം വളരെ ഡെഡ്ലി ആണ്.
ഇതിൽ നിന്ന് നീ രക്ഷപ്പെട്ടു, സാരമില്ല. പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സിങ് സാങ് സിങ്. ഈ റിംഗിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. അയ്യോ, എന്തൊരു വെൽക്കമാണിത്. ഇതിനാണ് പറയുന്നത് റോക്ക് ആൻഡ് റോൾ വെൽക്കം എന്ന്. താങ്ക് യു സൂപ്പർ സ്പീഡോ. നിനക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? അടികൊണ്ടു, പക്ഷേ എന്ത് പറയുന്നു? മര്യാദയ്ക്ക് സറണ്ടർ ആകുന്നതാ നിനക്ക് നല്ലത്. നിന്റെ അവസ്ഥ ഇതിൽ കൂടുതൽ മോശമാകണ്ടെന്നുണ്ടെങ്കിൽ ഈ റിംഗ് ലേഡിയുടെ റൂട്ട് ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത ഇതായിരിക്കും ഗതി. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റിക്കൊണ്ടിരിക്കും. സിങ് സാങ് സിങ്. ഓല ഹോപ്പിംഗിന്റെ ഈ റിംഗ്സ് ഒരു നോർമൽ റിംഗ്സ് അല്ല, വളരെ സ്പെഷ്യൽ ടൈപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രോങ് ആണ് റിംഗ് ആണ്. ഷെടാ, അവള് ഗോൾഡൻ എക്സ് മോഷ്ടിക്കാനാ വന്നിരിക്കുന്നേ. ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നീ വേഗം നിന്നെ റിപ്പയർ ചെയ്തേക്ക്. അതുവരെ ആ ഗോൾഡൻ എക്സ് റിംഗ് ലേഡിയുടെ കയ്യിലെത്താതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ കീക്കോ, അവളോട് കളിക്കുമ്പോൾ ഒരു അല്പം സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, ഇപ്പൊ നിന്റെ ഈ റിങ്ങുകളെല്ലാം ഞാൻ പീസാക്കി തകർത്തെറിയാൻ പോവാ. നീ എന്റെ റിംഗ്സ് എല്ലാം തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പൊ നോക്കിക്കോ, അടുത്ത ചില സെക്കൻഡിനുള്ളിൽ നീ പമ്പരം പോലെ കറങ്ങും. അയ്യോ, ഇപ്പൊ ഞാൻ പമ്പരം പോലെ ചുറ്റി എനിക്കിപ്പോ ശരിക്കും തല കറങ്ങുന്നു. ഡോക്ടർ ഖുറാന, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ നീ വലിയ ആളാന്ന് എനിക്കറിയാം. ആ ഗോൾഡൻ എക്സ് എനിക്ക് തന്നെ തന്നേക്ക്. ആ ഗോൾഡൻ എക്സ് നിധി എനിക്ക് വേണം. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. സിങ് സാങ് സിങ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ ചെറുക്കൻ കേൾക്കില്ലെന്നാ തോന്നുന്നേ. എന്റെ റിംഗ് കൊണ്ട് അടി വാങ്ങിക്കാതെ ഇവൻ അടങ്ങില്ലെന്നാ തോന്നുന്നേ. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റിക്കൊണ്ടിരിക്കും. സിങ് സാങ് സിങ്. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ സൂപ്പർ സ്പീഡോ? ഞാനിപ്പോൾ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ് ബ്രോ. കൊരങ്ങനെ പോലെ ചാടി എന്റെ റിംഗിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണല്ലേ? നീ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളാ ബിൽഡിംഗ് മുഴുവനും തകർത്തിരിക്കുക. ഭാഗ്യത്തിന് ആ പഴയ ബംഗ്ലാവിൽ ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയൊരു അപകടം ഉണ്ടായേനെ. നീ പറഞ്ഞത് ശരിയാണ് ബ്രോ. നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റുന്നു. സിങ് സാങ് സിങ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 27. ഓക്കെ കീക്കോ, ഫോർമുല 27 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആ റിംഗ്സിനെ ചിന്ന ഭിന്നമായി തകർത്തേക്കാം.
സൂപ്പർ സ്പീഡോ, നിന്റെ മിസൈൽസ് കാരണം റിംഗ് ഒന്നും തകർന്നിട്ടില്ല. സൺസിറ്റിക്കാണ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കീക്കോ, ആ റിംഗ്സ് വളരെ തിന്നാണ്. ഷാർപ്പായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. വേറെ ഏതെങ്കിലും ഫോർമുല യൂസ് ചെയ്താലോ? കീക്കോ, അവള് തുടർന്ന് ആ റിംഗ്സ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് എന്റെ ടോട്ടൽ സിസ്റ്റം ഹാങ് ആയി കിടക്കുകയാണ്. ഇനിയിപ്പോ അത് ശരിയാക്കാതെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ് ബ്രോ, നീ ഈ ഗോൾഡൻ എക്സ് എടുത്തോണ്ട് നീ ഓടിപ്പൊക്കോണ്ടിരിക്കെ. ഇത്രയും പെട്ടെന്ന് ഞാനിത് റിപ്പയർ ചെയ്തിട്ട് ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളാം. പേടിക്കണ്ട കിക്കോ, ഇനി ഞാൻ നിന്റെ വഴി ഒരിക്കലും തടയില്ല. പക്ഷെ നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും വഴി തടയാൻ പോകുന്നത്. കിക്കോ, ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്റെ റിംഗിന്റെ കൺട്രോളിലാണ് ഉള്ളത്. പക്ഷെ ആ റിംഗ്സ് എന്റെ കൺട്രോളിലാണ്. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റിക്കൊണ്ടിരിക്കും. സിങ് സാങ് സിങ്. സോറി കിക്കോ, ഇതൊക്കെ ഞങ്ങള് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്റെ വിശപ്പ് പോലെ ഞാൻ ഈ കിടന്ന് കറങ്ങുന്നത് എന്റെ കൺട്രോളിലല്ല. ആ ഗോൾഡൻ എഗ്സോ, വാവ്! ഞാനത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേ. ടോണി ബോസ്, നിങ്ങളുടെ പഞ്ചിങ് പവർ ഉപയോഗിച്ച് അവിടെ കിടന്ന് കറങ്ങുന്ന റിങ്സ് എല്ലാം അങ്ങ് തകർത്തേക്ക്. പിന്നെ ആന്റിക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തേക്ക്. ഒരുപക്ഷെ കീക്കോ നിങ്ങളെ കണ്ട് സന്തോഷിച്ച് ആ ഗോൾഡൻ എക്സ് നിങ്ങൾക്ക് തന്നെ തരാമല്ലോ. അതെ ബോസ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഗോൾഡൻ എക്സ് കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രസമായിരിക്കും. സിംഗിൾ അല്ല, ഡബിൾ ഓംലെറ്റ്. എനിക്ക് ഓംലെറ്റ് ആണ് ഇഷ്ടം. കീക്കോ ഇപ്പൊ നിങ്ങളെ ഓംലെറ്റ് ആക്കാൻ പോവാ. എന്ത് പറയുന്നു റോൾ നമ്പർ 4? നീ പറഞ്ഞ് കറക്റ്റ് ആണ് റോൾ നമ്പർ 20. ഹേയ് ലേഡി, ഞാനിപ്പോ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. മര്യാദക്ക് എന്റെ കൂട്ടുകാരെ അങ്ങ് വിട്ടേക്ക്. അതെയോ? പഞ്ചിങ് പവർ കാണിക്കാന്ന് പറഞ്ഞു പോയതാ നമ്മളെ ഹീറോ. പക്ഷെ നമ്മളെ ടോണി ബോസ് ഇപ്പൊ പമ്പരം പോലെ കറങ്ങി 0 ആയി കഴിഞ്ഞു. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ആദ്യം ഈ എക്സിനെ സേഫായ സ്ഥലത്ത് മറച്ചു വെക്കണം. പിന്നെ വന്ന് എന്റെ കൂട്ടുകാരെ രക്ഷിക്കാം. കിട്ടിയ ചാൻസ് യൂസ് ചെയ്ത് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണല്ലേ? കിക്കോ, എന്നെ നീ ഒരുപാട് കളിപ്പിച്ചു. ഇപ്പൊ ഞാൻ നിന്നെ പമ്പരം പോലെ കറക്കാൻ പോവാൻ. നോക്കിക്കോ. ഓക്കേ, എന്റെ ജോലി കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, എന്റെ ഈ റിംഗ്സ് നിങ്ങളെ എവിടെ കൊണ്ടുപോയി എറിയാൻ പോകുന്നു നോക്കിക്കോ. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റുന്നു. സിങ് സാങ് സിങ്. ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് നേരം കറങ്ങിയത് കൊണ്ട് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരെ രക്ഷിച്ചേ പറ്റൂ. സൂപ്പർ സ്പീഡോ, വേഗം ഇങ്ങോട്ട് വാ. ഫോർമുല നമ്പർ 347 അപ്ലൈ ചെയ്യേ. സൂപ്പർ സ്പീഡോ, സൂപ്പർ സ്പീഡോ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടല്ലോ ബഡി? സോറി കീക്കോ, റിപ്പയർ ചെയ്ത് കഴിയാൻ കുറച്ച് സമയമെടുത്തു.
എനിക്ക് തല കറങ്ങുന്നത് ഇപ്പോഴോ നിന്ന് കിട്ടിയത്. കിട്ടിയ ഒരു ചാൻസിൽ ഞാനെങ്കിലും കഴിക്കട്ടെ. കുറെ റിംഗ് വെച്ചോണ്ട് റിംഗ് മാസ്റ്റർ പോലെ എല്ലാരെയും ഒരേ സമയത്ത് ചുറ്റിക്കറക്കി. സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് റിംഗ് ലേഡി എങ്ങോട്ടാ പോയതെന്നാ ചോദിച്ചേ. ടെമ്പോണ്ണ, റിംഗ് ലേഡി എങ്ങോട്ടാ പോയത് നിങ്ങൾക്ക് അറിയോ? അയ്യോ, ആ റിംഗ് ലേഡി എങ്ങോട്ടാ പോയതെന്ന് എനിക്ക് അറിയില്ല കേക്കോ. ഞാൻ എന്റെ ശരീരം ഒന്ന് ഇങ്ങനെ സ്ട്രെച്ചിങ് ചെയ്യുകയായിരുന്നു. ചട്പട്ട് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവരുടെ ഡയറക്ഷൻ കാണിച്ചു എന്നാ. പക്ഷെ നമ്മൾ എത്രയും വേഗം ആ റിംഗ് ലേഡിയെ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ അവൾ ആ ഗോൾഡൻ എക്സ് കയ്യിൽ വെച്ചോണ്ട് ഈ സിറ്റി തന്നെ നശിപ്പിച്ചു നീ കളയും. പറഞ്ഞത് ശരിയാണ് കീക്കോ. പക്ഷെ ആ റിംഗ് ലേഡി ഇപ്പോൾ എങ്ങോട്ടാണ് എസ്കേപ്പ് ആയത്? നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? എന്തു പറ്റി ട്വിങ്കിൾ? നിനക്ക് ഇപ്പോഴും തല കറങ്ങുന്ന പോലെയുണ്ടോ? അല്ല കീക്കോ, ആ റിംഗ് ലേഡി അത്രയ്ക്ക് സൂപ്പർ സ്ട്രോങ് പെർഫ്യൂം ആയിരുന്നത്. ഇപ്പോഴാ സ്മെല്ല് വന്നോണ്ടിരിക്കുക. ആ സ്ട്രോങ് ആയ സ്മെല്ല് കാരണം എനിക്ക് അലർജി ആയിരിക്കാ. കൊള്ളാം, കലക്കി. റിംഗ് ലേഡി ഉള്ള സ്ഥലം കണ്ടെത്താനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 1 2 3 അപ്ലൈ ചെയ്യേ. കലക്കൻ ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 1 2 3. സ്മെൽ സെൻസിംഗ് പവർ ഉപയോഗിച്ച് ഞാൻ ആ റിംഗ് ലേഡിയെ കണ്ടുപിടിച്ചോളാം. നമുക്ക് അവളുടെ പെർഫ്യൂം സ്മെല്ല് ഫോളോ ചെയ്ത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. വാ കീക്കോ, പോകാം. കീക്കോ, എന്റെ സെൻസർ അതാണ് കാണിക്കുന്നത്. ദേ ആ മലശിഖരമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആ റിംഗ് ലേഡി ആ വഴിക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ സൂപ്പർ സ്പീഡോ, ടർബോ സ്പീഡ് ഓൺ ചെയ്ത് അവളെ ഫോളോ ചെയ്യേ. റിംഗ് ലേഡിയെ നമുക്ക് പിടിക്കണമെങ്കിൽ ഫോർമുല നമ്പർ 100 അപ്ലൈ ചെയ്യേ. ഓക്കെ ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 100. റിംഗ് ലേഡി, ഇനി നിനക്ക് രക്ഷപ്പെട്ടോടാൻ പറ്റില്ല. ഇപ്പൊ നിന്നെ ഞാൻ അവസാനമായിട്ട് വാൺ ചെയ്യാണ്. മര്യാദയ്ക്ക് ആ ഗോൾഡൻ എക്സ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേക്ക്. കിക്കോ, നിന്റെ ഈ കൂട് ഒറ്റ മിനിറ്റിനുള്ളിൽ ചിന്ന ഭിന്നമായി ചിതർന്നത് നോക്കിക്കോ. ഒരൊറ്റ തട്ടിൽ അത് കാറ്റിൽ പറന്നു പോകുന്നത് കാണണോ നിനക്ക്? നോക്കിക്കോ. ഓപ്സ്, ഞാൻ വിരിച്ച വലയിൽ അവസാനം ഞാൻ തന്നെ കുടുങ്ങി കിടക്കുകയാണല്ലോ. റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റുന്നു. സിങ് സാങ് സിങ്. കുറെ സമയമായിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ ഓടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോടൊപ്പം ചേർത്ത് ടോട്ടൽ സൺസിറ്റിയെയും ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു. നിനക്കിപ്പോ ഗോൾഡൻ എക്സ് അല്ലേ വേണ്ടത്? എങ്കിൽ ശരി, ദാ പിടിച്ചോ. ഇപ്പൊ ആ മുട്ട ഇവിടെയല്ല, സൺസിറ്റിയുടെ നടുക്ക് പോയി വീഴുന്നതായിരിക്കും. എങ്കിൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവൂ. റിംഗ് ലേഡിയെ എതിർത്താൽ എന്താകുമെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. സൂപ്പർ സ്പീഡോ, നീ ഫോർമുല നമ്പർ 888 അപ്ലൈ ചെയ്യേ. സൺസിറ്റിയെ രക്ഷിക്ക്. അത് ശരി, സൂപ്പർ സ്പീഡോ സൺസിറ്റിയെ രക്ഷിക്കാൻ പോവാണോ? അപ്പൊ പിന്നെ നിന്നെ ആര് രക്ഷിക്കും കീക്കോ? റിംഗ് ലേഡിയുടെ റിംഗ് ചുറ്റുന്നു. സിങ് സാങ് സിങ്. ആ റിംഗിന്റെ സ്പീഡ് എന്റെ സ്പീഡിനേക്കാളും വളരെ കൂടുതലാണ്. റിംഗ് ലേഡിയുടെ റിംഗ്സ് ചുറ്റുന്നു. സിങ് സാങ് സിങ്. ചാടി ചാടി ഓടി വന്നത് കൊണ്ട് നീ ടയർഡായി പോയോ കിക്കോ? ചെല്ല്, നീ ചെന്ന് നല്ലോണം റെസ്റ്റ് എടുക്ക്. എന്നേക്കുമായി റെസ്റ്റ് എടുക്ക്.
കീക്കോ കൊക്കയിൽ വീണിരിക്കുക. അവന്റെ കഥ അവസാനിച്ചു. താങ്ക് യു സൂപ്പർ സ്പീഡോ. മെൻഷൻ നോട്ട് ബ്രോ. ആ മുട്ട സൺസിറ്റിയിൽ വീഴാതെ ഞാൻ തടഞ്ഞു നിർത്തി. ബാക്കി ഇനി 2 മുട്ടകളുണ്ട്. അത് റിംഗ് ലേഡിയുടെ അടുത്താണുള്ളത്. അവളിപ്പോ എങ്ങനെയാ കൊടുക്കണ്ടേന്ന് ഞാൻ ആലോചിക്കുന്നേ. കാരണം ഞാൻ ഇതുവരെ ഒരു ലേഡിയെയും അടിച്ചിട്ടില്ല. കീക്കോ, നീ ആ റിംഗ് ലേഡിയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യരുത്. ഇൻഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്താൽ മതി. ആ ശരിയാണല്ലോ. ഇപ്പൊ റിംഗ് ലേഡിയെ വകവരുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 789 അപ്ലൈ ചെയ്യേ. അമേസിംഗ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 789. ഇപ്പൊ ഞാൻ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. വേണ്ട, എന്റെ rings. കിക്കോ, സൂപ്പർ സ്പീഡോ, ഒരല്പം മാറി നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ ആ 2 മുട്ടയും തകർത്ത് കളയും. അല്ല, ആ 2 എഗ്സും എവിടെ പോയി? അതിവിടെ തന്നെയുണ്ട്. പറന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ നടുക്ക് വന്ന് പിടിച്ചതല്ലേ. അപ്പൊ നിന്റെ പോക്കറ്റിൽ നിന്ന് വീണ മുട്ട ഞാൻ സേഫ് ആയിട്ട് പിടിച്ചു വെച്ചു. ഇപ്പൊ ആ 3 മുട്ടകളും ഞങ്ങളുടെ കൺട്രോളിലാണുള്ളത്. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം ഞങ്ങൾ വിരിച്ച വലയിൽ തന്നെ നീ വന്ന് വീടില്ലേ? എന്താ പറഞ്ഞത്? സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.